ഇനിയുള്ളത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ലഗ്നത്തിൽ ശുക്രനാണ്. അത് കൊണ്ടുണ്ടാകാവുന്ന ഒരു ആകർഷണീയതയും അതുപോലെ ജനപ്രീതിയും മറ്റുമൊക്കെ ഇവർക്കുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കലാകാരന്മാർ, അതുപോലെ അധ്യാപകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. എന്നാൽ കേതുവും അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വികാര വിക്ഷോഭങ്ങൾ വരിക, മറ്റുള്ളവരുമായിട്ട് ചില സംഘർഷങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെയും പൊതുജീവിതത്തിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്ത ജോലിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലും ഒക്കെ ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് സംജാതമായേക്കാവുന്ന കാര്യങ്ങളാണ്. പഴയ ചില സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ വീണ്ടും നമ്മുടെ കൂടെ ഒന്നിച്ച് വരാൻ സാധ്യത കാണുന്നുണ്ട്. ബുധൻ വക്രത്തിലാണ്. പഴയ ഉപഭോക്താക്കളോ കസ്റ്റമേഴ്സും മറ്റുമൊക്കെ ആയിട്ടുള്ള അവർ ചില പുതിയ അവസരങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നെന്നിരിക്കാം. അങ്ങനെയുള്ള ബിസിനസ്സുകളും അല്ലെങ്കിൽ പദ്ധതികളും ഒക്കെ പുനരാരംഭിക്കാനും ഒക്കെ നല്ലതാണ്. ബിസിനസ്സുകാർക്കും മറ്റുമൊക്കെ പഴയ ഉപഭോക്താക്കളെ കൊണ്ടുണ്ടാകുന്ന അവരുമായിട്ടുള്ള സജീവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് പൊതുവേ മെച്ചം തന്നെയാണ് ഇവർക്കുള്ളത്. എന്നാൽ ഈ അലങ്കാര വസ്തുക്കൾ, ഉപഭോഗ വസ്തുക്കൾ, മറ്റ് ആഭരണം, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവ് കുറച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ ഉള്ള ഇടപാടിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കൺസൾട്ടേഷനിൽ വരുന്നതായിട്ടുള്ള നിക്ഷേപങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ചതി പറ്റാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനം വളരെ സൂക്ഷിച്ച് എടുക്കേണ്ടതാണ്. ആരോഗ്യം പൊതുവേ തൃപ്തികരമാണ്. കണ്ണ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ രക്തസമ്മർദ്ദമുള്ളവർ ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാണായാമാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുടുംബപരമായിട്ട് തൻ്റെ ഒരു നേതൃത്വം കുടുംബത്തിന് ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ തുറന്ന സംഭാഷണത്തോടു കൂടി ആശയവിനിമയങ്ങൾ ചെയ്യുന്നതും ഒക്കെ ബന്ധങ്ങൾ ദൃഢമാക്കാൻ നല്ലതാണ്. മക്കൾക്കിൽ നിന്ന് ചില നേട്ടങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് പുതിയ ജോലി കിട്ടുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവേണ്ട സന്തോഷവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ശുഭകാര്യങ്ങളുടെ ആലോചന മുതലായിട്ടുള്ളവ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവർ ഒരു പരിഹാരമായിട്ട് ഗണപതിയെ ഭജിക്കുന്നത് നല്ലതാണ്. ഗണപതി ഹോമം ചെയ്യുക, അഷ്ടോത്തരം മുതലായിട്ടുള്ള കാര്യങ്ങൾ നിത്യേന ജപിക്കുന്നതും അതുപോലെ മഹാലക്ഷ്മിക്ക് താമരപ്പൂമാല ചാർത്തുന്നതും ഒക്കെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളോ പുസ്തകങ്ങളോ മറ്റുമൊക്കെ ദാനമായിട്ട് കൊടുക്കുന്നതും ഇവർക്ക് ഉത്തമമായിട്ടുള്ള ഫലം ചെയ്യും.